താൻ പാവങ്ങളുടെ പടത്തലവനാണെന്ന് പറഞ്ഞ് ഡൽഹിയിൽ ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിലേറിയ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. താൻ ഒരിക്കലും അഴിമതിയിൽ ഏർപ്പെടില്ല എന്നുള്ളതായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും വലിയ വാഗ്ദാനം. ഇന്ത്യയിലെ സകല പാർട്ടികളും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോൾ ഇന്ത്യയിലെ ആ അഴിമതി ഒരു കറപ്ഷൻ ഫ്രീ മൂവ്മെന്റിലൂടെ താൻ തന്റെ ചൂലുകൊണ്ട് തൂത്ത് വൃത്തിയാക്കും എന്ന് പറഞ്ഞാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ അധികാരത്തിലേറിയത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. മദ്യത്തിനെതിരെ പോരാടുന്ന അണ്ണാ ഹസാരെയുടെ സമരപ്പന്തലിലൂടെ തനിക്ക് ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകണ്ട എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന അരവിന്ദ് കെജ്രിവാൾ പിന്നീട് അണ്ണാ ഹസാരെയുടെ വാക്ക് കേൾക്കാതെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. കാലത്തിന്റെ കാവ്യനീതി എന്ന വണ്ണത്തിൽ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ മദ്യനയ അഴിമതിയിൽ തന്നെ കുരുങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പിന്നീട് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് BJPയുടെ ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ് ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ്. ഡൽഹി നിവാസികളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ആ വീഡിയോയിൽ അരവിന്ദ് കെജ്രിവാൾ പൊതുപണം കൊണ്ട് പണിത 7 സ്റ്റാർ റിസോർട്ടിന്റെ ദൃശ്യങ്ങളാണുള്ളത്. ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 7 സ്റ്റാർ റിസോർട്ട് പൊതുജനങ്ങളുടെ പണം കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ നിർമ്മിച്ചത് എന്നാണ് BJP ഇപ്പോൾ പറയുന്നത്. ശീഷ് മഹൽ എന്നാണ് ഈ റിസോർട്ടിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേര്. ഈ ശീഷ് മഹലിന്റെ വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീരേന്ദ്ര സച്ദേവ് പുറത്തുവിട്ട വീഡിയോ. ഒരിക്കലും അഴിമതിയിൽ ഏർപ്പെടില്ല എന്ന് പറഞ്ഞ് ജനങ്ങളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് പാവങ്ങളുടെ പടത്തലവനായി കയറിയ നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ റിസോർട്ടിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശീഷ് മഹലിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജിമ്മുണ്ട്, സോനയുണ്ട്, റൂമുകളുണ്ട്, ജക്കൂസി അടക്കമുള്ള ഒരു ഗ്ലാസിന്റെ കൊട്ടാരം തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ പണിതു വച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തവുമാണ്. ഓരോ മുറികൾക്കും പ്രത്യേക തരം വിലയാണ് ഈ ശീഷ് മഹലിനായി കണക്കാക്കപ്പെടുന്നത് എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇതിൽ മാർബിൾ ഗ്രാനൈറ്റിനും ലൈറ്റിങ്ങിനുമായി മാത്രം ചെലവാക്കിയിരിക്കുന്നത് ഏകദേശം 2 കോടിയോളം രൂപയാണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇൻസ്റ്റലേഷനും സിവിൽ വർക്കിനുമായി ഏകദേശം 1.5 കോടി രൂപ, ജിമ്മിനും സ്പായ്ക്കും ഫിറ്റിങ്ങിനുമായി 35 ലക്ഷം രൂപയാണ് ഇപ്പോൾ അവിടെ ചെലവായിരിക്കുന്നത് എന്ന കണക്കുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. ആകെ മൊത്തം 3.75 കോടി രൂപയുടെ വലിയ 7 സ്റ്റാർ സൗധമാണ്, റിസോർട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഡൽഹിയുടെ പാവപ്പെട്ട മക്കളുടെ നെഞ്ചത്തുകൂടെ പണിതുയർത്തിയിരിക്കുന്നത് എന്നാണ് BJP പറയുന്നത്. ഇതോടുകൂടി അരവിന്ദ് കെജ്രിവാൾ വീണ്ടും വെട്ടിലായി, വലിയ പ്രതിരോധത്തിലായി. നമുക്കറിയാം, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെയും അതിഷിയെയും പ്രതിരോധിക്കാനായി ഒരു ആയുധം കാത്തിരുന്ന BJPക്ക് ഇത് വലിയൊരു ആയുധമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തയ്ക്കനുസരിച്ച് RSS ഡൽഹി പിടിക്കാനായി BJPയോടൊപ്പം കളത്തിലിറങ്ങിക്കഴിഞ്ഞു. 65 അംഗങ്ങളായി അല്ലെങ്കിൽ 65 വിങ്ങുകളായി RSS തിരിഞ്ഞു കഴിഞ്ഞു. പാവപ്പെട്ടവരുടെ വീടുകൾ കയറി ഇറങ്ങിയാണ് RSS അവിടെ പ്രചാരണം നടത്തുന്നത്. കൂട്ടത്തിൽ വലിയ പ്രചാരണായുധമായി അരവിന്ദ് കെജ്രിവാളിന്റെ ഈ 7 സ്റ്റാർ ഹോട്ടലിന്റെ ആ ഒരു ദൃശ്യങ്ങളും അവർക്കിടയിലേക്ക് RSS എത്തിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതോടുകൂടി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാവി തന്നെ അവതാളത്തിലാകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.